എത്രല്ല പഠിക്കണേ? നിന്നോടാ ചോദിക്കണ എത്രല്ല പഠിക്കണേന്ന്? എന്നിട്ട് ഇതുപോലെ പിള്ളേരൊന്നും വേണ്ടില്ലേ? ഡ്രൈവറാന്ന് വിചാരിച്ചിട്ടുണ്ടാവോ? നിങ്ങക്ക് ഞാനാരെന്ന് മനസ്സിലായ? കുട്ടനങ്കിളടാ. എന്നിട്ട് കുറെ നേരമല്ലോ കോഴി ചിക്കണ പോലെ ചിക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെയാ നമ്മള് പിള്ളേരെ പഠിപ്പിച്ചു വിട്ടേക്കണം? Wear that mask. Disgusting. ഇതെന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററാ? What? അവിടെ ഒന്നും ആരും തുമാറില്ലടാ. Not like this. ഹലോ, ആരാ? കുട്ടിട്ടാ, ശില്പയാണ്. സുഖല്ലേ? ആ, എന്തുട്ടേ? എന്നൊരു സുഖം. ഇവിടെ പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് അങ്ങനെ പോണു. അവിടെ എന്തൊക്കെയാ? പിന്നെ കുട്ടിട്ടാ, അത് ഫ്ലൈറ്റിൽ നിന്ന് കുട്ടികളൊന്നും കഴിച്ചു കാണില്ല. 4-5 മണിക്കൂറായല്ലോ. ഇനിയിപ്പോ വീടെത്തുമ്പോ ലേറ്റും ആവും. ഏതെങ്കിലും നല്ല വൃത്തിയുള്ള ഹോട്ടലിൽ കയറിക്കോളൂ. കാശൊന്നും നോക്കണ്ട. എന്നിട്ട് 2 ഉണ്ണി വേറെ ഇറക്കാനല്ലേ? അതൊക്കെ മുടയിലുണ്ട്. അല്ല, അവന്റെ അനക്കൊന്നും കേൾക്കണില്ലല്ലോ. അവരവിടെ ഇല്ലേ? ആ, അനക്കൊന്നുമില്ല. രണ്ടെണ്ണം കേറിയപ്പോ മുതല് എന്തോ സ്ലൈറ്റ് പോലത്തെ സാധനത്തുമ്മേല് ചിക്കിക്കൊണ്ടിരിക്കണ്. എന്നിട്ട് അതിന്റെ പേര് ഐപാഡാണോ? ആ, എന്നിട്ടായാലും വലിയ പാടാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 കഴുത്തോടി കൂട്ടാ. കേക്കട്ടെ നീ? ആ, ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കണ്ണി കണ്ട മണ്ണിരനൊക്കെ പിടിച്ച് നമ്മള് ചൂണ്ടിട്ട് നടന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് നിനക്ക്? ദുബായിലുണ്ട മണ്ണിര? ഹലോ ഹലോ. ആ, അപ്പൊ ആയിക്കോട്ടെപ്പോ ഞാൻ വിളിച്ചോണ്ട് കട്ട് ചെയ്ത. Sir, key please. അതെവിടുത്തെ സർവീസാണ് സാർ? നിങ്ങൾ കൊണ്ടുവിടും, ഞങ്ങൾ പാർക്ക് ചെയ്യും. കൊള്ളാലോ. തിരിച്ചു വരുമ്പോ വണ്ടി തരണട്ടാ. അത് തരും സാർ. ഇല്ലെങ്കിൽ പോയില്ലേ ഞാൻ. ഹലോ സാർ. അതെ, കക്കൂസ് എവിടെയാ സാർ? ഈ മൂത്രമൊഴിക്കണേ കക്കൂസ്? യു മീൻ വാഷ്റൂം? വാഷ് ചെയ്യാനൊന്നുമില്ല, ഒന്നും മൂത്രമൊഴിക്കാൻ വേണ്ടു. ഗോ സ്ട്രേറ്റ് ദെൻ ലെഫ്റ്റ്. നേരെ പോയിട്ട് തെക്കോട്ടല്ലേ? യെസ് സാർ. നീ ആള് കൊള്ളാലോ. താങ്ക് യു സാർ. അങ്ങള് പോയിട്ട് This one? വേറോട് പറയാൻ. ഇതെന്തോരം ലൈറ്റ് വിട്ടോട് കത്തിച്ചിട്ടേക്കണേ. കറണ്ട് കാശ് കൊടുത്ത് മുടിയൂലോ. ഹലോ, ഹൗ ആർ യു? Fine, thank you. ഓക്കെ. Fine, thank you. എവിടെയാ നാട്? Dubai. ഓ, ദുബായിലാണോ? ദുബായിൽ എവിടെയായിട്ടാ? Another 2. ആ, അവിടെയാണല്ലേ? Are you uncle? ഇല്ല. Dan? വെറുതെ. അല്ല, അതാരാ നിങ്ങളെ? Our uncle. ആ, അങ്കിളാണല്ലേ? Are you uncle? ഇല്ല. Dan? വെറുതെ. All right. 2 club sandwich. ഓക്കെ. 2 oranges also. ഓക്കെ. Oh, sorry, dude. ചേരട്ട പൊട്ടിച്ചിട്ടാ സോറി എന്ന് പറയണേ. ഏയ്, എന്തിട്ടത്? രമേശന്റെ ബാർബർ ഷോപ്പാ. മുഴുവനും കണ്ണാടി വെച്ചിട്ട്.
സുനാപ്പില്ല ഇതില്. എന്നിട്ട് പൈപ്പിൽ വെള്ളമില്ലേ? മോട്ടർ അടിക്കാൻ മറന്നു പറ്റുള്ളൂ. ഇതെന്തിട്ട് പിന്നെ കാണാനോ വെച്ചേക്കണേ? കാണാൻ ആർഭാടം മാത്രമേ ഉള്ളൂ. ഇതിലും ഭേദം പഞ്ചായത്ത് പോയിപ്പാ. അതിൽ വെള്ളമൊന്നുമില്ല. ബക്കറ്റിൽ എടുത്തിട്ടേ മൂത്തവര് പറഞ്ഞ കേക്കണ്ടാ. വെള്ളമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. പറമ്പിൽ ഉറമ്പയ്ക്കണം. പഠിച്ചുട്ടാ. ആ കാച്ചത് തുടങ്ങിയ നീ എന്തൊരു കഴിക്കണ? സാൻഡ്വിച്ച്. ആ സാൻഡ്വിച്ച്. വണ്ടി വൃത്തികേടാക്കുവോ? ആ ടോണിയായി എന്തിട്ടാ? നീ എന്തൊരു ഫോൺ എടുക്കായിരുന്നേ? എയർപോർട്ടിൽ പോണ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഇനിയിപ്പോ സാരില്ലേ? ഇല്ല, ഞങ്ങൾ പറഞ്ഞ വഴിയാ. പിള്ളേർക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ നിർത്തിയാണ്. 5 സ്റ്റാർ നിന്റെ ചായക്കടയിൽ കൊണ്ടുവരണമെന്നാടാ ഞാൻ വിചാരിച്ചേ. ആ കുഴപ്പമില്ല. ദുബായിന്ന് വന്നതിന്റെ ഒക്കെ ഒരു ചാടാ, അത്രേ ഉള്ളൂ. നമ്മുടെ തോമാപ്പിള ദുബായിന്ന് വന്നപ്പോ അതുപോലെ തന്നെ. ഇട്ടോട് പോയാ? എടാ ഞാൻ വിളിക്കണ്ടാ. എന്തുട്ടപ്പത് 1254 റുപ്യ താന്നിട്ടാ ആളെ കളിയൊക്കെ. നമ്മളെ കുറെ ഹോട്ടൽസ് ഒക്കെ ഉണ്ടെന്നിട്ടാ. ആ ടോണിയുടെ അപ്പന്റെ ചായക്കടയില് ഇപ്പോഴും കിട്ടുമല്ലോ ഒരു കണപ്പുട്ട് 15 റുപ്യക്ക്. ശരിയാ സാർ. എന്തൊരു ശരിയാ സാർ? 5 സ്റ്റാർ ഹോട്ടലാണ്. താൻ ആ കക്കുസി ചെന്ന് നോക്കിയേ. ഒരു ബക്കറ്റ്, ഒരു കപ്പ്, ഇതൊന്നും ഇല്ലാത്തൊരു സെറ്റപ്പ്. പൈപ്പിലെ വെള്ളത്തിന് വേണ്ടിട്ടേ ഇങ്ങനെ കെഞ്ചണം. കുട്ടികൾ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി സാർ. ഒരു വശം പൈസ തന്നു സാർ. നീ പിന്നെന്താ ആദ്യം പറയാ? വെറുതെ. നീ ഒക്കെയുള്ളല്ലോ. താങ്ക് യു സാർ. എന്റെ പേര് ശശിധർ. ആ പോട്ടെ ശശി. നിന്റെ മോലല്ലടി സൂക്ഷിച്ച് വണ്ടി ഓടിച്ചോളാൻ പറയേ. ഒരു 5 സ്റ്റാർ. അതെ ബില്ല് കൈ കിട്ടുമ്പോഴേ നമ്മൾ 5 നക്ഷത്രം അടി പോവും. അതാണ് 5 സ്റ്റാർ. ഇതൊക്കെ എടുത്തേ. ഒരാള് വീണതൊക്കെ പിടിച്ചു വെക്കണേ. അത് മായിച്ചളഞ്ഞ. അത് മായിച്ചളയാ. മായിച്ചളയല്ല പറഞ്ഞ. വേദനയുണ്ടോ കുറ്റങ്ങൾ? കുത്തുവെച്ചെന്നുണ്ടല്ലോ ഭയങ്കര സുഖ. കാണിച്ചിട്ടോ. എന്താ ബ്രേക്ക് കൂട്ടിയതിന്റെ? എന്ത് പറ്റിയത്? പോക്കത് ഇനിയിപ്പോ ശാരദ പടായ മാസ്ക് എടുത്തു വെച്ചോ.
പേടിച്ചില്ലേ ഇപ്പൊ? ശില്പയും ഭർത്താവായിട്ടുള്ള പിണക്കം മാറിയ ഇല്ല, രണ്ടുപേരും കുത്തിച്ചത്തു. ഇത് മാറിയേ. ഇവിടുത്തെ ചന്ദ്രേട്ടനെ പോലെ തന്നെ ഇവിടല്ലേ? ആ നേരാ, പക്ഷെ മുഖം കാണില്ലല്ലോ. ഇവരെന്നാ പോണേ? അതെന്നെ ഒന്ന് മാറി. അല്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ പേര്? വന്നല്ലോ വന്നല്ലോ. ഇതാരൊക്കെയത്? ഇറങ്ങണേ മക്കളെ, ഇറങ്ങിയൊരു കുട്ടികളെ. അമ്മൂമ്മ ഇത് കാണട്ടെ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? വാ വാ വാ, ഇറങ്ങ്. മോളോട്ടി വരൂ 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 വരൂ. നിങ്ങൾ എന്താണ് അത്ര വൈകിയേ? ഇതിനങ്ങോട്ടൊക്കെ വരണ്ടേ? എടാ കുട്ടാ, ഇതിനോട് ടാക്സി പിടിച്ചു അല്ലേ പറഞ്ഞേ? അത് എന്തിനാ വെറുതെ കാശ് കളയണ ഈ പെട വണ്ടി ഇവിടെ കിടക്കുമ്പോ? നീ പോടാ. ഇതെന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കണേ? ഞാനത് പോയി തന്നെ അവറ്റോളല്ലേ? എത്ര തേങ്ങ വെറുതെ വീണു. ഇത് പിടിച്ചേ, വാഴിക്കുള്ള വെച്ചാ ഇനി ഊണയിച്ചിട്ടാവാം. തീറ്റയ്ക്ക് മാത്രം ഒരു കുറവില്ല. വയറൊക്കെ ചന്തി പോലെ. ഹലോ, നോ ബേബി, ഞാൻ നാളെ പെറു വരെ ഒന്ന് പോകും. പെറു 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 ഉള്ളി. ശോ, നാ, വായിക്ക്. ഇല്ല, ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങള് അതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നതല്ലേ. പിന്നെ പാരീസ് ഹിൽട്ടൺ ഒതുക്കും, ന്യൂ ജേഴ്സി, വെസ്റ്റ് ജർമ്മനി, അങ്ങനെ എങ്ങും കേറാതെ നേരെ ലാസ് വേഗാസ്. സത്യം. തിരിച്ചു വരുമ്പോ ഞാൻ ചക്കരക്ക് എന്താ കൊണ്ടുവരണ്ടേ? ചായ. ചായ. ഓക്കേടാ, ബൈ. ചേട്ടാ ചായ ഇല്ലേട്ടാ? എന്നാ അത് ആദ്യം പറഞ്ഞോടാ. അങ്ങനെ ഇപ്പൊ താന്റെ ചായ കുടിച്ച് അപ്പിടേട്ടാ. എത്തിലോ ഇതാരുടെ പറമ്പിലേക്കാണാവോ? എന്റെ കുട്ടടാ, നിങ്ങൾ ഇത്ര ലേറ്റ് ആയേ? ഒന്നും പറയണ്ട, പകുതി പല പിള്ളേര് തട്ടിക്കളഞ്ഞു. ശ്രീകുട്ടാ, നീ ഇന്നലെ എന്ത് പോക്കിഷ്ടാ പോയത്? നിനക്ക് എന്തുട്ടാ പറ്റിയേ? ആ, അത് നമ്മുടെ ശില്പയുടെ പിള്ളേരല്ലേ, അവറ്റുള്ള എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നിന്റെ പിറകെ തീ പിടിച്ചു. കുട്ടടാ, ആ കുട്ടികളെ കാണാൻ ഞാൻ അങ്ങോട്ട് വരണ്ടട്ടാ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോരാ, നല്ല കാഞ്ഞ വിത്തോളാ. ആ എന്നൊരു വിഷയമില്ല. എന്താ ഇന്ന് കട തുറന്നില്ലേ? നമ്മുടെ മോണ്ടല്ലോ ജിതേന്ദ്രൻ, ആള് വൈകോളും. അല്ല ശ്രീകുട്ടാ, ശില്പയുടെ കാര്യം കഷ്ടാവൂലോ? ഒറ്റയ്ക്കാ മരുഭൂമിയില്. ശ്രീധരൻ എന്തുട്ട് തേങ്ങ പറയണേ? ബന്ധു ഉപേക്ഷിച്ച് കഴിഞ്ഞാ പിന്നെ ആ പെണ്ണെങ്ങനെ അവിടെ നിക്കുക? നിക്കാനൊക്കെ പറ്റും. എങ്ങനെ? പക്ഷെ അറബീനെ കെട്ടണം. അതിനാണ് കുട്ടികളെ കൂടെ വിട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ അറബി സമ്മതിക്കില്ലെന്ന്. ഇല്ലേ കുട്ടാ? ഒരു തെമ്മയുണ്ടല്ലോ, വെറുതെ കിടന്ന് വളവളാന്ന്. കേട്ടോണിയെ, ഞാൻ ഇറങ്ങണ്ട. മറ്റവന്റെ കൂടെ പോയ നിന്റെ ഭാര്യ തിരിച്ചു വന്നാ? വരില്ല, ഇത് തന്നെ. എന്റെ അച്ഛന്റെ പ്രായം അവൻ കേട്ടെങ്കി ഇപ്പൊ നിന്നെ കൊന്നേനെ. എന്റെ മോതാണില്ലേ കൊമ്പഞ്ചിലയുടെ പോലെ. അതെ, ദിവന്റെ മൂത്ത മോല്ലേ ജിതേന്ദ്രൻ, അതിന്റെ അല്ലാന്ന്. ശ്രീധരാ, എന്തേ വീട്ടിൽ പോണില്ലേ? ആകെ ഒരു ചായയും കുടിക്കും, കാശ് വെച്ചാ ചെവിയും കേൾക്കൂല. എടാ കുട്ടാ, ആ കുട്ടികൾക്ക് ഉച്ചക്ക് എന്താ കഴിക്കാൻ കൊടുക്ക? ഇത്തിരി ചിക്കൻ വാങ്ങിച്ചാലോ? എന്തുട്ടിന്? പറമ്പിന്ന് നല്ല കൊള്ളിക്കിഴങ്ങ് പറിച്ചു തരാം ഞാൻ. അത് നല്ല ചെറിയുള്ളിയും കാന്താരി മുളകൊക്കെ ഇടിച്ച് ചതച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുക്ക്. പോയട്ടങ്ങട് പുകയ്ക്ക്. നീ എന്താ പറയണേ? അതല്ല, അവറ്റോളവിടെ കിടന്ന് KFC JBS ഒക്കെ തിന്ന് വളർന്ന കുട്ടികളല്ലേ, നമ്മുടെ കൊള്ളിയുടെ രുചി ഒന്ന് അറിയട്ടമ്മ. ഇവനെന്താ ഇങ്ങനെയായേ? അമ്മ പറമ്പിലേക്ക് ഒരു ചായ എടുത്തോ. ഞാൻ വരണോ? അമ്മ വല്ലതും കഴിച്ചാ? ഇല്ല. ആ, ഒന്നും കഴിക്കണ്ട, ഇങ്ങനെ നടന്നോ, കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ. എന്തായി, ഇതെന്നെ തീരൂ?
തന്നിട്ടില്ല ഇതുവരെ. എന്തുട്ടാ ഈ അതൊന്നും തരില്ലട്ടെ ഞാൻ. വേഗം ആവത്തോടോ. കളക്കിലേത് എന്ത് ജന്മത്. കൊറേ നേരം നിക്കുമ്പോ ബോറടിക്കണ്ട. നന്നായുള്ളു. എന്തേ കുമാരേട്ടാ ചാണ വിട്ടാ? ഊണ് കഴിഞ്ഞിട്ടില്ലാന്ന്. ഇതെങ്കിലും ഒന്ന് സമയത്തിട്ടൂടെ എന്റെ കുമാരേട്ടാ? ഇതാ നോക്കിയേ, മത്തേക്കെ പൂത്തു തുടങ്ങി. ഇതിന്ന് പറഞ്ഞ കോഴിയെ കരിയെ ചെയ്താ ഒരു മത്ത അങ്ങോട്ട് പോയി കിട്ടും. അച്ഛനപ്പോ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. ഞാനാവുമ്പോ എന്ത് തോന്നിയ ദിവസം ചെയ്യാന്ന് വിചാരിച്ചിട്ടാവൂല്ലേ? 16 വില വെറുതെ അങ്ങോട്ട് വളരുക. പനി അടിക്കട. ഓ നാണില്ലാത്തൊരു മനുഷ്യൻ. എന്താ കുമാര ഇത്? ഞാനൊരു തമാശക്ക് 2 ദിവസമായിട്ട് തമാശ കുറച്ച് കൂടുതലേ. ഈ ചാണത്തിന്റെ മണങ്ങളോടെ ഞാൻ എന്നാടാ ചായ? ഇളിക്കാതെ നിന്ന് കളക്കട. ചൂടുണ്ട് കേട്ടോ. എന്തൊരു ചൂടാമ ഇത്? ഞാൻ പറഞ്ഞില്ലേ ചൂടുണ്ടെന്ന്. ഇത് പിന്നെ എങ്ങനെ കുടിക്കുക? ഊതി കുടിക്കും. അതിന് ഊതിക്കൊണ്ടിരിക്കും. ആരെ പിന്നെ പണി ചെയ്യാ? ഇതെന്തിനാ എന്റെ നേരം എങ്ങനെ മെക്കെട്ട് കാരണ? ഓ കേട്ടോ ശാന്തേച്ചി, കുമാരാ, നിനക്ക് ഞാൻ തരാടാ. എന്തുട്ടതേ? അയാളെ കുളിപ്പിക്കാണ്ട് താഴേക്ക് ഒഴുക്കി. പോയേ. ഹലോ, ഐ എം ടോണി. ഗ്ലാഡ് ടു മീറ്റ് യു. ഹായ്. പിടിച്ചോ. താങ്ക് യു. ലഞ്ചർ ബോണ്ടിട്ട് നമ്മളെന്താക്കിയതാ? താങ്ക് യു ബോണ്ട് അങ്കിൾ. ആ താങ്ക് യു. ദുബായിലും കിട്ടില്ല. ഇതാ സൂപ്പർമാൻ കളിക്കണ്ടല്ലടാ. എന്നിട്ട് പീരങ്കിയാ പൊട്ടത്. വേണട്ടാ കളിക്കലട്ടാ. പൊട്ടു. എന്താണ്? May I help you? അയ്യോ. ബുക്ക് പേപ്പർ എടുക്കും. വിളിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നീ സംസാരിക്കണം? ഞാൻ വല്ല കൊലപാതകം ചെയ്ത കോപ്സ് ആണോ അല്ല. എങ്ങോട്ടാണോ ഇത്ര തിരക്കിട്ട്? ഞാനൊന്ന് കൊടൈക്കനാലിലേക്ക് വരെ പോവാണ്. നീ എന്താ അവിടെ എത്തുന്നതിന് അവിടെ തണുപ്പൊക്കെ അങ്ങ് തീരുവോ? ഏതാടാ പിള്ളേരെ? വല്ല കിഡ്നാപ്പ് ആണോ? അയ്യോ, അതെന്റെ മരുമക്കളാണ്. അവറ്റങ്ങളെ കൊടൈക്കനാല് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവാണ്. എന്താ ഇവിടെ സ്കൂളൊന്നുമില്ലേ? ഇങ്ങോട്ട് റെഡ് സിഗ്നൽ കട്ട് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് അറിയില്ലേ? റെഡ് സിഗ്നലോ? എപ്പോ? ആ ജംഗ്ഷനിൽ വെച്ച്. അയ്യോ, അതാ കുട്ടിയോള് ശ്രദ്ധ തിരിച്ചപ്പോ അറിയാതെ. സാറേ വണ്ടിയിലൊന്നുമില്ല. കുട്ടികളുടെ ഡ്രസ്സും കുറച്ച് പലഹാരം മാത്രം. എടുത്തോ സാറേ. പലഹാരമാണോ? ഓടോ സാർ. ഒരു 1000 രൂപയും കൊടുക്ക. അറിയാണ്ട് എടുത്താ മതി. വണ്ടി എടുത്തോ. പത്ത് പറഞ്ഞല്ല എന്റെ കാശാണ് അങ്ങോട്ട് കൊണ്ടുപോയാ. ഇനിയെങ്കിലും നിങ്ങൾ നല്ല പിള്ളേരായിട്ട് ഇരുന്നില്ലെങ്കിൽ രണ്ടിനെ പിടിച്ച് കൊടൈക്കനാൽ കൊക്കെ കൊണ്ടിടിഞ്ഞ മനസ്സിലായ? വാട്ട് ഈസ് കൊക്ക അങ്കിൾ? മിണ്ടാണ്ടിരുന്നു കേട്ടല്ലോ. Selfie. Yo. Okay, one more. Yo. See this? Super belle. അയ്യേ ഒരു രസൂല. അത് ഡിലീറ്റ് ചെയ്യ്. ഷേ. അങ്കിൾ AC ഇത്. AC യൂസിയൊന്നുമില്ല. നീ മൂത്രയ്ക്കാൻ പോകും. അങ്കിൾ AC ഇത്. പിന്നാടിക്ക് വണ്ടി പാളൂന്ന്. അങ്കിൾ AC ഇട്ടില്ലെങ്കിൽ ഞാൻ അപ്പുറത്ത്. നീ ഏതാ അപ്പൂരോട് പറയും. പിന്നെ ഇടണ്ടാ, എനിക്ക് തണുത്തിട്ട് പോയിക്കാന്ന് പറഞ്ഞില്ലേ? എന്റെ ചേച്ചി നടിച്ചൂലേ? ഒരു കളിക്കാ നീ. Don't touch my hair. എന്തുട്ടാ?
എന്തെടുക്കണം അങ്കിൾ? ബോംബ്. കിടന്ന് കീറുന്ന അങ്കിള് വെറുതെ പറഞ്ഞായിരിക്കും. പൊട്ടിത്തെറിക്കുമ്പോ കണ്ടാ മതി രണ്ടെണ്ണത്തിന്. ഇല്ലെങ്കിൽ ഒന്ന് കൊടൈക്കനാലിൽ എത്തിയാ മതിയായിരുന്നു. ആ ഗ്രീൻ താമ എനിക്ക് വാങ്ങിച്ചെന്നതാ. അയ്യോ. അങ്കിള് കണ്ട ലണ്ടനിലേക്ക്. ലണ്ടനോ? ഇവിടെ ലണ്ടനുണ്ടോ? ആ മണ്ടന് വട്ട. എന്തുട്ടാ മൂത്രയിക്കണല്ലേ? ഇപ്പൊ കണ്ടു. എന്തുട്ട് മൂത്രയിക്കണത്? വേണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി വെച്ചു. എന്തായാലും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി പോകുള്ളൂ. ഈ ഡോർ നിന്നെ തുറന്നേ? ഇതാ തോമാപ്പിള്ളയുടെ വണ്ടിയാ. അറിയോ നിങ്ങക്ക്? ഞങ്ങൾക്ക് ബോറടിക്കണം. അതുകൊണ്ട് ഇതൊക്കെ പൊടിച്ച് കളിക്കാൻ ഇട്ടേന്ന് മഴ പെയ്യുമ്പോ ചോരില്ലെങ്കിൽ ഇതെന്തിട്ട് ദാരിദ്ര്യത്തിലൊക്കെ പെയിന്റ് ആക്കിയ ഞങ്ങളല്ല. പിന്നെ ഞാനാ തുടച്ചളിഞ്ഞത്. തുടച്ചളിയാൻ എന്റെ ഷോൾഡർ തുടക്കണേ. അവളുടെ പെയിന്റും. അതെ നല്ല കുട്ടികളായിട്ടിരുന്നോളാം കേട്ടല്ലോ. നീ കാണിച്ചേ. അയ്യോ ഇതൊന്നും ഞാൻ മൂത്രയുടെ പടമൊക്കെ എടുത്ത് വെച്ചേക്കണേ. അത് വന്നില്ലെങ്കിൽ ഞങ്ങളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അതൊരു സാധനം എല്ലാവരും കാണും. എന്നിട്ടത് കൊള്ളക്കാരാ. പിന്നെ ഇനി ഇത് മായിച്ചോളഞ്ഞ. ഓക്കെ കളിക്കണ കഴിഞ്ഞ തവണത്തെ കാര്യം നകളിനറിയാലോ. ജോലി കൃഷിയാണെന്ന് അറിയുമ്പോഴേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും പിടിക്കില്ല. ഇനി ഒരു കോമാളി വേഷം കെട്ടാൻ താല്പര്യമില്ലെന്ന് അവൻ പറയണേ. നമ്മളോട് ഒത്തുപോന്ന കൂട്ടരാണെങ്കിൽ മതി എന്റെ നകുല. മതി. അങ്ങനെയാണെങ്കിൽ ഒരു കിണ്ണങ്കാച്ചി പെൺകുട്ടി. കിണ്ണങ്കാച്ചി ഒന്നും വേണ്ട. കുട്ടി എവിടെ ഉള്ളതാണെന്ന് പറയൂ. പാലക്കാട്ടുകാരിയാ. പേരോ? ആര്യ. ഇപ്പ കാട്ടിത്തരാം. എവിടെയത്? അയ്യേ താനെന്തുട്ടായി കാണിക്കണേ? എന്റെ തോട്ടതാ. ഇതെങ്ങനെയുണ്ട്? അയ്യോ ഇതല്ല. ഇതന്നെ. അതെ ഇനിയുണ്ട്. നിക്ക് നിക്ക് നിക്ക്.
ആ ദേ ഈ കുട്ടി കൊള്ളാം ഇല്ലേ ടോണി? കുട്ടനുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നില്ലേ ടോണി? ഇതൊക്കെ ഇത്ര കാര്യമാണോ അമ്മേ? നമുക്ക് പാച്ചുന്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കാം. കുട്ടേട്ടന് ഇപ്പൊ തന്നെ കാണാലോ. ഇതെങ്ങനെ പിടിച്ചേ? തെളിഞ്ഞോ? പിന്നെ ആ ദേ പോയി അവിടെ കിട്ടും. ഈ കുട്ടിയുടെ കുടുംബമൊക്കെ എങ്ങനെയാ? അവര് നമ്മുടെ കൂട്ടരാ, പാരമ്പര്യമായിട്ട് കൃഷിക്കാരാ. പെൺകുട്ടിയും പെൺകുട്ടി ഡെന്റിസ്റ്റാ. ഡെന്റിസ്റ്റോ? എന്റെ ഇപ്പോഴത്തെ കാലത്ത് വീട്ടിലൊരു പല്ല് ഡോക്ടർ ഇടുന്നത് നല്ലതാ. അത് കറക്റ്റാ. ഈ കുട്ടി കുട്ടനെ ചേരൂട്ടാ. ഏയ് കണ്ടിട്ടൊരു പരിഷ്കാരിയാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇഷ്ടവും. ഇങ്ങോട്ട് നോക്കട്ടെ. ഇത് നമ്മുടെ സുണ്ണിലാണല്ലേ? അതിങ്ങോട്ട് തന്നെ തന്നോട് ഇതാരാ നോക്കാൻ പറഞ്ഞ? കുട്ടങ്കിൾ മാരേജ് ചെയ്യാൻ പോണ ആന്റിയാ? ഒരു മാച്ചും ഇല്ല. ഷീ സോ ബ്യൂട്ടിഫുൾ. കുട്ടങ്കിൾ റെജിനാന്റി നല്ല മാച്ചായിക്കൂല്ലേ? അവളൊക്കെ കെട്ടിച്ചാലോ? വേണ്ട, കുട്ടങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ. വെള്ളം വെക്കല്ലേ സാറിനാ. നിങ്ങക്ക് കരിമീൻ ജ്യൂസ് വേണോ? വേണ്ട, നമ്മുടെ കയ്യിൽ കോലയുണ്ട്. കണ്ട കെമിക്കലൊക്കെ വെച്ച് പല്ല് കളയണ്ട. വേണമെങ്കിൽ ഒന്ന് കഴിക്കി. വേണ്ട വേണ്ട. ആ വേണ്ടെങ്കി വേണ്ട. പിന്നെ രണ്ടിറങ്ങളും വണ്ടിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അടിയ. ഇതിനൊക്കെയാണ് ശരിക്കും സുനാമിന്ന് വിളിക്കേണ്ടത്. ചാടിപ്പോയാ? Crazy man. Come, let's see. Okay. സാർ എന്താണ് സാർ? സാർ അഴുക്ക് സാർ. ആൾക്ക് വേണ്ട, എനിക്ക് മാത്രം. അതല്ല സാർ, മുണ്ടിയിൽ അഴുക്ക്. ഇതെന്തൊരു ചോരയാ? ൂർത്തങ്കട്ടങ്ങളുടെ പണിയാണ്. സാറോടെ പ്രസംഗങ്ങളാ? എന്റെ വിശ്വാസികളൊന്നുമല്ല, കുടുംബത്തിൽ തന്നെയാ. പക്ഷെ എന്നെ ഭയങ്കര പേടി, ഞാൻ പേടിപ്പിച്ചിരുത്തേക്ക്. அப்படித்தான் வச்சிருக்கணும். இன்னும் தலைக்கு மேலே ஏறிடுவாங்க. എന്താ അങ്കിൾ? ഇപ്പൊ എങ്ങനെയുണ്ട്? മോന്തപ്പ പെയിന്റ് ആയപ്പോ നല്ല രസമുണ്ടാ? അതെടി ഞാൻ ഡോങ്കിയാണ്. മുണ്ടുമ്പോ കളറാക്കിയിട്ട് ഡോങ്കി അത്ര. അമ്മണി പറ്റപ്പോ വാങ്ങിയ മുണ്ട 2 വർഷമേ ഉള്ളൂ. ഇങ്ങനെ ആയാവോ? സാരില്ല ചേട്ടാ, നമുക്ക് അങ്കിളിനെ കൊല്ലാട്ടാ. ഓക്കെ. കുട്ടിയെ നീയും നല്ല കുട്ടി ആയില്ല അച്ഛാ. നിന്റെ മോന്തയ്ക്കും തേക്കും കളറ്. എന്തുകൊണ്ട് തിരിച്ചിരിക്കാൻ? മൃത കളി എനിക്ക് തുടച്ചടാ. ഇത് അമ്മയോട് പറയട്ടാ. പറഞ്ഞ കൊല്ലി ഞാൻ.